ഹലോ ഗൂയിസ്, നമ്മളിപ്പോ പോകുന്ന സ്ഥലം ക്രിസ്ത്യാനോയുടെ വീട്. അങ്ങനെയാണ് കുറച്ച് ആൾക്കാർ നമ്മളെ പറഞ്ഞ് കൊണ്ടുപോകുന്നത്. ഗാർബേജ് ബോക്സിന് തലയോ മിസ്സിന് തല ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ കൊറേ ഉണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ വിഷയം ഇപ്പൊ പോകുന്നത് ക്രിസ്ത്യാനോയുടെ വീട്. അല്ല, നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ ഫുള്ള് എന്താണ് ഇപ്പൊ അങ്ങനെ ബാരിക്കേഡ്സ് ആണ്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല, നമ്മള് കാണിച്ചു തരും. യൂട്യൂബിന്റെ ക്രിസ്ത്യാനിന്റെ വീടോ അത് കൊടുത്താൽ മതി. അതെ, ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാല് ബക്കാല പോലും ഇല്ല കൈസ്. എന്നിട്ടാണ് ആരാണ് റൊണാൾഡോയോ അവിടെ കൊണ്ടിട്ടൊക്കെയാണ് വീട് എത്തിക്കുന്നതാണ് ഇവര് പറയുന്നത്. റൊണാൾഡോ ബക്കാല നീ മങ്ങാനോ അല്ല പഴം മേടിക്കാന് റൊണാൾഡോ അത് മറ്റേ ഹെലിപാഡ്. പിന്നെ ഈ ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത്രയും എന്താ പറയാ കൾച്ചറൽ ഡിഫറെന്റ് ആയി. നമ്മൾ ഇന്ന് പോകുന്നത് റിയാദിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായ സ്ഥലത്ത്. അതെ, മുലയുടെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യാനോയുടെ വീട്ടിലേക്ക് അതെ. പറയൂ, ബാക്ക് നമ്മളെങ്ങോട്ടാ പോകുന്നേ? ക്രിസ്ത്യാനോന്റെ വീട്ടിലേക്ക്. റൊണാൾഡോ സൗദിയാ? സൗദിയാന്ന് വെച്ചാല് അവന്റെ അമ്മ സൗദി, പക്ഷെ അച്ഛൻ പോർച്ചുഗൽ. അച്ഛൻ സൗദിയല്ലേ? അച്ഛൻ സൗദിയാ, എന്തോ ഒരു പോർച്ചുഗലിൽ സെറ്റിൽ ആയതാ. അത് ചെറുപ്പത്തിൽ എന്തോ ഇവിടെ എന്തോ മണ്ണിടിച്ചിട്ടോ അല്ല, അതിനൊന്നും ഇവിടെ ഫുട്ബോളിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു സമയം. അതാണ് അതുകൊണ്ടാ പോയത്. നാഷണൽ ടീമിന്റെ സെലക്ഷൻ കിട്ടിയിട്ട് അങ്ങനെ പോർച്ചുഗലിൽ. നാഷണൽ ടീം അല്ല, അന്ന് ഡിസ്ട്രിക്റ്റ് ആണ്. എന്തായാലും അവിടെ അങ്ങനെ പോയി സെറ്റിലായി. ഇപ്പൊ കാലങ്ങൾക്ക് ശേഷം സൗദി അത്രയും വളർന്നപ്പോ അവനെ തിരിച്ചു വിളിച്ചു. അറിയില്ലല്ലോ എനിക്ക്. ക്രിസ്ത്യാനോന്റെ ചരിത്രം ഒന്നും അറിയാതെ എനിക്കറിയൂലായിരുന്നു. പറയണത് ഫായിസിനുണ്ടെങ്കിൽ ആരെങ്കിലും പറയണ കേട്ടില്ല അറിയാം. ആരാന്ന് എനിക്കറിയൂല ഇവരൊക്കെ ആരാന്ന്. ഞാനും സൽമാനും ഞങ്ങള് പോകും. ഞാൻ ഇത് കാണലുമില്ല. സച്ചിനെ അറിയാം. എക്സിറ്റ് കഴിഞ്ഞാല് നമ്മള് പിന്നെ പൂർണ്ണമായും വിജനതയിലേക്ക് കടന്നു. എല്ലാരും ശ്രദ്ധിക്കുക വരുന്നവര്. ഇത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നോക്കണ്ട. അപ്പൊ തെറ്റിയാ നമ്മളെ പോലെ ഇതേപോലെ ഉണ്ടാവും. ഇനി നമ്മളെന്താ കാട്ടാന്ന്. 30 കിലോമീറ്റർ എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇവിടെ വരുന്നവര് ഇതൊക്കെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതെ, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഞങ്ങള് കാണിച്ചു തന്നതാണ്. പറഞ്ഞു റിസർവിന് മറ്റേ വണ്ടി വെച്ച് നന്നായിട്ട്. വേഗം അടുത്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ പോലെ ഇരിക്കേണ്ടി വരും. ശ്രദ്ധിക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കാം. എല്ലാവർക്കും വഴി തെറ്റോ ഈ വഴി. അതുപോലെ നമുക്കും തെറ്റി. അല്ല, ഇങ്ങക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചു തന്നതാണ്. വഴി തെറ്റിയാൽ ഇതേപോലെ നമ്മളെ കൂടെ ഇങ്ങനെ വഴി തെറ്റിയിട്ടൊന്നുമില്ല, നമ്മൾ കറക്റ്റ് വഴിയിലേക്ക് പോകുന്നത്. അതെ, വട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോ ഇങ്ങനെ ഒരു വട്ടം കറങ്ങി. അതെന്താ ക്രിസ്ത്യാനോ പോണ പമ്പ? ഓക്കെ, നമ്മള്
എന്താണ് എക്സിറ്റ് എല്ലാരും ശ്രദ്ധിച്ചോളൂ. നമ്മൾ വഴി തെറ്റിയത് ഇപ്പൊ നേരത്തെ കണ്ടതായിരുന്നു. ഇനി നമുക്ക് ശരിക്കും പോവാനുള്ളത് എവിടെ മക്കളെ? എനിക്കൊരു ഭാവിയില്ല കേട്ടോ. ഈ എക്സിറ്റ് അതെ, ഇതായിരുന്നു നമ്മൾ ശരിക്കും പോവേണ്ടത്. ഇനി രൂപവും ഭാവവും ഒക്കെ മാറും ഈ എക്സിറ്റ് കഴിഞ്ഞാൽ. ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഡിഫൈനിങ് റിയാസ് ന്യൂ സ്കെയിൽ. റിയാസോ? റിയാസ് മുഖാബ്. അതെ, പെട്ടാ കുടിക്കാൻ വെള്ളമുണ്ട്. വണ്ടിയിലുണ്ടല്ലോന്നുള്ളൂ. റിസർവിന് വേറെ ആളെ എടുത്തിട്ടുണ്ട്. ആരെ? അതെ, ചാപ്പിനെ എടുത്തിട്ടുണ്ട്. ചാപ്പിന് വണ്ടിന്റെ പിക്കപ്പ് വരും. അതെ, പെട്രോൾ പമ്പ് കാണാം കേട്ടോ. ഇങ്ങനെ പോയാല് നമ്മള് കറക്റ്റ് വഴിയാണ്. അല്ല, പക്ഷെ നമുക്ക് നേരത്തെ എക്സിറ്റ് കിട്ടി. അല്ല ഇതൊക്കെ മുമ്പ് കണ്ട നമ്മളൊന്ന് വഴിയിട്ടിച്ചേ. നേരത്തെ കണ്ടു പോകുമ്പോ പുല്ല് ലത് കാണാൻ ഇങ്ങോട്ട് തന്നെ വരണല്ലോ. നമുക്ക് ഇവിടെ പറഞ്ഞ 4 റൗണ്ടാണ് ഉള്ളത്. എല്ലാ റൗണ്ടും കവർ ചെയ്തു. ഞാൻ ലൊക്കേഷൻ ഒരു ഹോട്ട്സ്പോട്ട് ആണെങ്കിലും 4 റൗണ്ട് പോയി. അവിടെ ഒന്ന് പോയി ഇറങ്ങി, ഇവിടുന്ന് ഒന്ന് പോയി ഒന്ന് ഇറങ്ങി. ആ കണ്ടേ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറെ പോലീസിനെ കാണും. കാരണം ഇവരത്തിന്റെ 3-ാമത്തെ ടേൺ പോലീസിനെ എണ്ണെടുത്താന്ന് പറഞ്ഞ തുടങ്ങിയതാണ്. ഇപ്പൊ 3 വട്ടം ഒരാളെ തന്നെ 3 വട്ടം എണ്ണണ്. അല്ല, ഇതിൽ നിന്ന് നമുക്ക് പറയണെന്ന് വെച്ചാല് റിയാദ് ഇങ്ങനെയാണ്. ഒരു എക്സിറ്റ് പാളിയാ മതി, പിന്നെ ഫുള്ള് പാള. എന്നിട്ട് ഇങ്ങനെ അപ്പൊ പാളിയ അവസ്ഥ എന്ന് ആലോചിച്ചു. നമ്മളെ നാട്ടിലത്തെ പോലെ തെറ്റുമ്പതിന് അവിടെ തിരിക്കാനൊന്നും നടക്കൂല ഗൈസ്. ഇയാള് പിന്നെ കറങ്ങും. ഈ ജിഎംസിക്കാരപ്പൊ കറങ്ങും. രണ്ടല്ല 4 പോരല്ലോ. പോലീസിന്റെ എണ്ണാണ്. നമ്മള് കടന്നു കേട്ടോ, മറ്റേ ഇതിലേക്ക് കടന്നു. ഇത് നമ്മള് മറ്റേ ഓറഞ്ച് ഇതിന് ഇറങ്ങിയപ്പോ ഇങ്ങനല്ലേ ഇറങ്ങിയത്. റൊണാൾഡോന്റെ വീട് കേട്ടോ. ഏത് റൊണാൾഡോന്റെ വീട്? ഇതിനോ? ഇതിന്റെ അപ്പുറത്താണ് ആ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെയാണ് കേട്ടോ അടുത്ത പോലീസ് വണ്ടി കേട്ടോ. ഇനി വോയിസ് സ്പീഡ് കൂട്ടി. വരുന്നുള്ളൂ റൊണാൾഡോന്റെ വീട്. ആ ടാങ്ക് ഉള്ളതാ? ടാങ്കിന്റെ അപ്പുറത്താണ് അടുത്ത പോലീസ് വണ്ടി. എവിടെ പതുക്കെ പോലും കൈ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ കറക്റ്റ് പറയും. ഇതിവിടെ റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഇത് ക്രിസ്ത്യാനോന്റെ പറമ്പാണ്. അതെ, കണ്ടോ നിറച്ച് ഈത്തപ്പഴം കണ്ടോ? ഈ ഈത്തപ്പഴത്തോട്ട് ക്രിസ്ത്യാനോന്റെയാണ്. ഈ പറമ്പ് പോലെ. ആ, ഈ പറമ്പ് പോലെ വലിയ പറമ്പ്. എത്ര ഏക്കർ ഉണ്ടാവും? ഈ ഗേറ്റ് അല്ല, ഇത് പറമ്പിന്റെ ഗേറ്റ് മാത്രം. വീട് ഇവിടെ അല്ല. ഇതാണ് ഈ റൗണ്ട് അബൌട്ട്. ഇവിടെ പോലീസ് വണ്ടി ഉണ്ടാവും. കണ്ടോ കാണാൻ ക്രിസ്ത്യാനോന്റെ വീട് കേട്ടോ. എവിടെ മക്കളെ? കാണുന്ന ആ പോലീസ് ക്രോസ് ചെയ്തേക്കണോ? വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെയാണ്. അതെ, ക്രിസ്ത്യാനോ. അതായിക്കൂടൊക്കെ വണ്ടി പോണുണ്ടല്ലോ. അത്ര ഇക്കോന്നത് ഈ പറമ്പിന്റെ ഓണർ ഇത് കട്ടോണ്ട്. പറമ്പിന്റെ ഓണർ തന്നെയാണ് ക്രിസ്ത്യാനോ. ഈത്തപ്പഴം കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിട്ട് ക്രിസ്ത്യാനോ ഇവിടെ വന്ന് അധ്വാനിച്ചുണ്ടാക്കി. ഗേറ്റിനുള്ളിൽ കൂടെ പോകും.
അറബി അറിയില്ല. ഒന്നിലല്ല 500 മീറ്റർ എന്നെങ്കിലും വായിച്ചൂടെ അല്ലേ? നല്ല റോഡല്ലേ കണ്ണു. അതിന്റെ സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലും പ്രശ്നം. തൊപ്പി മാറുന്നുണ്ട് ഞാൻ പറഞ്ഞേ. ആ അത് സൽമാൻ പറഞ്ഞില്ലേ പോണണ്ട് വണ്ടി കൂട്ടത്തിൽ തന്ത വൈ പഠിച്ച മൂത്താപ്പതാ തുണിയൊക്കെ എടുത്ത് വന്നിരിക്കുന്നു. സൗദി അറേബ്യ തുണി നിരോധിച്ചത് അറിയില്ല. ആ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. ആ ദിവസം കഴിഞ്ഞ പാത്ത് അല്ല അതൊക്കെ എന്നിട്ട് നമുക്ക് മകന്റെ പേരാണ് ഹർഷ്. കണ്ടപ്പോ ഞാനല്ല നീ നടന്നോ പക്ഷെ നമ്മള് ഗ്ലാസ് ഹൗസും ക്രിസ്ത്യാനോന്റെ വീടൊന്നും നമ്മള് കണ്ടില്ല. അതന്നെയാണ് അംശ കണ്ടത്ര. പിന്നെ അപ്പൊ കലാശക്കൊട്ട് കൊണ്ടുവന്നു